ഹലോ, എൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞാൻ ഇപ്പം റൊമാനിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വെക്കേഷൻ നാട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ വിഗഡ് സൊല്യൂഷൻ വഴിയാണ് റൊമാനിയയിലേക്ക് പോയത്. ഇപ്പം ഒരു കൊല്ലം മുമ്പാണ് പോയത്. പിന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. അവിടെ ജോലിയാണേലും താമസമാണേലും എല്ലാം നന്നായിട്ട് പോകുന്നു. പിന്നെ ഇപ്പം പൊതുവെ അവരെ കുറിച്ച് ഒത്തിരി ഇതിനകത്ത് വരുന്നുണ്ട്. അവര് അങ്ങനെ ചതിച്ചു ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നു. അത് തെറ്റാണ്. ഇപ്പൊ ഞാനും പോയതും എന്റെ കൂടെ വന്നവരുടെ കാര്യമാണെങ്കിൽ പോലും എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവര് തന്നിരിക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിലും തന്നിരിക്കുന്ന ജോലിയാണെങ്കിലും ശമ്പളമാണെങ്കിലും പറഞ്ഞ അനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പലരും പല വഴി പോയി പെട്ടു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. എങ്ങനെ പെട്ടു എന്നാണ് ചോദിക്കുന്നത്. അവര് നമ്മളെ ശമ്പളം തന്ന് നമ്മളെ അവിടെ തരുന്ന അവിടെ ജോലിയും നമുക്ക് മേടിച്ചു തന്നു. പിന്നെ നമ്മളവിടെ ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെന്നിട്ട് നമ്മുടെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. യൂറോപ്യൻസ് എന്ന് പറയുന്നത് പൊതുവെ അവർക്ക് എപ്പോഴും പണിയുടെ സമയത്ത് കണിശക്കാരാണ്. നല്ലപോലെ പണി ചെയ്യണം. അവിടെ ചെന്നിട്ട് നമ്മുടെതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരൊട്ടും വിട്ടു തരത്തില്ല. അവർക്ക് വേണ്ട, പണി അറിയാൻ മേലാത്തവരെ അവർക്ക് വേണ്ട. അവര് റിജക്റ്റ് അടിക്കും. പിന്നെ ചുരുക്കം ചില ആൾക്കാർ മാത്രം എന്തോ അവരുടെ ഒരു സിമ്പതി തന്ന മാത്രം അവിടെ രക്ഷപ്പെട്ട് നിന്ന് പോകുന്നത്. എല്ലാവരും ഇല്ല. പക്ഷെ പിന്നെ ഇപ്പം ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിരിനാഥ് ആണെങ്കിലും ശ്രീനാഥ് ആണെങ്കിലും ജോലി മേടിച്ചു തന്നത് കറക്റ്റ് ആണ്. അവര് അതിൻ്റെ അകത്ത് ഒരു തെറ്റും കാണിച്ചിട്ടില്ല. അവര് പറയുന്ന പോലെ തന്നെ ആൾക്കാരെല്ലാം കയറ്റി വിടുന്നുണ്ട്. അവർ പൈസ മേടിക്കുന്നത് ഓഫ്കോഴ്സ് അവർക്ക് പൈസ മേടിക്കും. കാരണം ഒരു ജോലി ചെയ്യുന്ന ആരാണെങ്കിലും ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ജോലി അവിടെ ഏത് രാജ്യത്ത് പോയാൽ പോലും നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം മേടിച്ചിട്ടേ നിങ്ങൾ പണിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പണിയാൻ നിൽക്കുക. ആരും പോകത്തില്ല. പൈസക്ക് എല്ലാവരും പോകത്തുള്ളൂ. ഇപ്പം എന്റെ കാര്യത്തിനാണെങ്കിൽ പോലും പറഞ്ഞ ശമ്പളം കറക്റ്റായിട്ട് തന്ന് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പറഞ്ഞ അക്കോമഡേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടി. ഒരു ഇതുമില്ല. പറഞ്ഞ ടൈമിങ് അത് മാത്രം ഒരു ഇച്ചിരി അത് എംബസിയുടെ ഡിലേ വെച്ച് അത് താമസം വരുമായിരിക്കും. പക്ഷെ എല്ലാ സമയത്തും എല്ലാവർക്കും അതുപോലെ വരണമെന്നില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കമ്പനിയിലേക്ക് തന്നെ 1 വർഷം കഴിഞ്ഞ ശേഷം ഇപ്പം ഞാൻ ലീവിന് വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ കുറച്ച് പേര് വന്നു. അവർക്കും നല്ല അക്കോമഡേഷൻ കൊടുത്ത് താമസം കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും എല്ലാം നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരും അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വർക്കും എല്ലാം സെറ്റിലാണ്. എല്ലാവരും സെറ്റിലാണ്. ചെല്ലുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും എല്ലാവർക്കും. കാരണം വേറൊരു രാജ്യമാണ്, അവരുടെ രീതി വേറെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ലാംഗ്വേജ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് കുറച്ച് അവരെ ആരെങ്കിലും ഒരാളായിട്ട് പിടിച്ചേക്കാൻ പറ്റും. അല്ലാത്തവർക്ക് അതും പറ്റത്തില്ല. അവരെ മനസ്സിലാക്കി അവരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കുക ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോയി നമ്മൾ വിപ്ലവം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു കാര്യത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോകുന്നത് ജോലി ചെയ്യാനായിട്ട്. നമ്മളവിടെ പോയി ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക. അവിടെ എല്ലാത്തിനും മാർഗമുണ്ട്. മദ്യപിക്കാനാണേലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനാണേലും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ നാട് വിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ അതിനു വേണ്ടിയൊന്നുമല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലുന്നത്. ചെല്ലാൻ പറ്റുന്ന സമയത്ത് ചെന്ന് അവിടെ പണി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തിരിച്ചു പോയെന്നാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പം വെക്കേഷൻ വന്നിരിക്കുന്നതാണ്. എനിക്ക് ഇനിയിപ്പം കുറച്ചാളും കൂടെ എനിക്ക് നാട്ടിൽ വന്ന് ഞാൻ തിരിച്ച് അവിടെ തന്നെയാണ് പോകുന്നത് ജോലിക്ക്. എന്നെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പക്ഷെ ഓരോ ദിവസവും ഗ്രൂപ്പുകളിൽ ഓരോരോ മെസ്സേജ് വരുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഈ മെസ്സേജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. ചില ഏജൻസിക്കാര് പറ്റീലുമായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു ഇത് വെച്ച് പറയാണ് ഇവര് ഒരു കാരണവശാലും പറ്റിച്ചിട്ടില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ കൂടെ നിർത്തി ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് ഇവര് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ കാലതാമസം മാത്രം ഒരു ഇച്ചിരി. അത് ഇവരുടെ കയ്യിലുള്ളതല്ല. ഈ എംബസിയുടെ കാര്യങ്ങളൊന്നും ഇവരുടെ കയ്യിലുള്ളതല്ല. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇത്തിരി താമസം വരുന്നത്. അല്ലാതെ ഇവരുടെ കയ്യിൽ ഞാൻ ഇതുവരെ ഒരു ഫോട്ടോ അങ്ങനെ ഏത് സമയത്ത് ഫോൺ വിളിക്കുമോ, ഏത് സമയത്ത് ഏത് പാതിരാത്രി ആണെങ്കിലും ഫോൺ വിളിച്ചാൽ അവർ എടുക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഏത് ഏജൻസി ചെയ്യുന്നത്. ഇപ്പം പോലും നമ്മൾ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ഞാൻ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ബ്രോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്കേ വിളിക്കത്തേ ഉള്ളവര്. ഇപ്പം ആ ഒരു കാര്യത്തിന് ഇപ്പം പിന്നെ നമ്മളാണെങ്കിലും ടെൻഷൻ അടിക്കും. പൊതുവെ എന്റെ മദറാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. ഇപ്പം പൊതുവെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ടെൻഷൻ അടിക്കാം. എന്റെ മദറിന് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പം ആ കാര്യത്തിന് ഇപ്പം എന്റെ കാര്യം ഞാൻ ഇപ്പം പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അടുത്തത് ഇപ്പം സെയിം വിശ്വാസം ഉണ്ടായത് തന്നെയാണ് അവര് അവരുടെ കൂടെ നിന്നത്. ഇപ്പം അടുത്ത അവരുടെ വഴിയിട്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്റെ ബ്രദറുണ്ട്. അവനെ ആ വഴി തന്നെ വിടത്തുള്ളൂ. കാരണം നമുക്ക് ഒരു വിശ്വാസമുണ്ട്. ചതിക്കാനായിട്ടുള്ള ഒത്തിരി പേരാണെങ്കിൽ ചതിക്കും. പിന്നെ ഇവര് ആ ഒരു വിശ്വാസമുണ്ട്. ആ കാര്യത്തിൽ ഇവര് ചതിക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യമാണ്, അവര് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഇത്
ഇപ്പൊ എന്റെ മദറുണ്ട്, മദറോട് ചോദിച്ചു നോക്കുക അവരെന്നാ പറയുന്നുള്ളത്. അപ്പം എനിക്ക് ഒരു പ്രൊമോഷനായിട്ട് തന്നൊരു വീഡിയോ അല്ല ഇത്. ഇതിപ്പം അവരെ കുറിച്ചൊരു മോശം അഭിപ്രായമുള്ള രീതിയിൽ കുറെ പേര് ഇടുന്നുണ്ട്, വോയിസ് ഇടുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇവരുടെ തന്നെ കുറച്ച് ഗ്രൂപ്പുകളിൽ ഞാനും മെമ്പറാണ്. മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ ഒരു മെമ്പേഴ്സ്. അപ്പം അവര് അയക്കുന്ന വീഡിയോസും കാര്യങ്ങളും മറ്റുള്ളവർ അയക്കുന്നത് കാണുമ്പോൾ നമുക്ക് സത്യമായി ചിരിയാ വരുന്നത്. ഇത്രയൊക്കെ കുഞ്ഞു പിള്ളേരെ പോലെ കടന്ന് ചുമ്മാ കടന്ന് പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരാള് എങ്ങനെ നോക്കുക, അവരെ ഭരിക്കാൻ ചെല്ലുന്ന സ്വഭാവം മലയാളികൾക്ക് ഉള്ളതാണ് എപ്പോഴും. സ്വന്തം കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള വഴി ഉണ്ടായി വരും. പിന്നെ ഒരു രാജ്യത്ത് നിന്ന് കയറി അവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട എല്ലാവരും. ജോലി ചെയ്യുക, അവിടെ പോയി ജോലി ചെയ്യുക, നമ്മുടെ ഇതനുസരിച്ച് അവസരങ്ങൾ അനുസരിച്ച് പുറത്തോട്ട് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാനാണെങ്കിൽ പോകുക, അവിടുന്ന് കയറി പോകാൻ നോക്കണ്ടേ. TRC കാർഡ് കിട്ടുക, ഇതൊക്കെ ഇവിടുത്തെ ഫോർമാലിറ്റീസ് കറക്റ്റ് അല്ലേ. പിന്നെ ലൈസൻസ് എടുക്കുക, അത് നമ്മുടെ ഈ നാട്ടിൽ ചുമ്മാ പോയ 10 രൂപ 20 രൂപ കൊടുത്ത് പോലീസുകാരെ മേടിച്ചോണ്ട് വരുന്ന പോലെ പരിപാടിയൊന്നും അല്ല. എല്ലാം നമ്മൾ നോക്കിയും കണ്ട് ചെയ്യേണ്ട പരിപാടിയാണ്. സമയം എടുക്കും, എല്ലാത്തിനും കാലതാമസമുണ്ട്. ഇച്ചിരി വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ എല്ലാവർക്കും നല്ലത്.